إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهديه الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തി നേടുന്നവനായി മാറുക, അതിലൂടെ വിശ്വാസികൾക്കായി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗപ്രവേശനം നേടിയെടുക്കുക എന്നത് തന്നെയാണ്. ആ സ്വർഗം നേടി വിജയിക്കുന്നത് വരേക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ആശ്വാസമില്ല. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഒരിക്കൽ ചോദിക്കപ്പെടുകയുണ്ടായി, ഒരു മനുഷ്യൻ എപ്പോഴാണ് അവൻ ആശ്വാസം ആസ്വദിക്കുക, ഒരു റാഹത്ത് ഒരാൾക്ക് എപ്പോഴാണ് അനുഭവപ്പെടുക എന്നൊരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത്, സ്വർഗത്തിലേക്ക് അവന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അവൻ എടുത്തു വെക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ആത്യന്തികമായി റാഹത്ത് അവന് അനുഭവപ്പെടുക എന്നതാണ്. അതുവരേക്കും ആ സ്വർഗം നേടിയെടുക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ ജീവിക്കേണ്ടവരാണ് നാം ഓരോരുത്തരും. പറഞ്ഞു വന്നത് നമ്മുടെ ലക്ഷ്യം, ആത്യന്തികമായ ലക്ഷ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൃപ്തിയും പരലോകത്തെ സ്വർഗം നേടിയിട്ടുള്ള വിജയവുമാണ്
എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അല്ലാഹു യദ്ഉ ഇലാ ദാരിസ്സലാം, സമാധാനത്തിന്റെ ഭവനമായ സ്വർഗ്ഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പരിചയപ്പെടുത്തുന്നുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചക അധ്യാപനങ്ങളിലൂടെ നാം ഒന്ന് സഞ്ചരിക്കുകയാണ് എങ്കിൽ സ്വർഗത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, സ്വർഗത്തിലേക്കുള്ള മാർഗം അല്ലാഹു നമ്മുടെ മുമ്പിൽ എളുപ്പമാക്കിയിരിക്കുകയാണ്. അതിലേക്കുള്ള വ്യത്യസ്തമായ മാർഗങ്ങൾ മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ഹദീസ് നിങ്ങളുടെ ശ്രദ്ധയിൽ പെടുത്താനാണ് ആഗ്രഹിക്കുന്നത്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഒരിക്കൽ പറയുകയുണ്ടായി, യുഗ്മനൂനി സിത്തൻ, 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പ് നൽകണം. അദ്മനു ലകുമുൽ ജന്ന, നിങ്ങൾക്ക് ഞാൻ സ്വർഗം അതിലൂടെ ഉറപ്പു നൽകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 6 കാര്യങ്ങളെ നമുക്ക് എണ്ണി പഠിപ്പിച്ചു നൽകുകയാണ്. ആ കാര്യങ്ങൾ നാം പാലിക്കുന്നത് വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗപ്രവേശനം നേടിയെടുക്കാൻ നമുക്കെല്ലാം സാധിക്കുമെന്ന് നാം മനസ്സിലാക്കണം. ഒന്നാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എണ്ണുന്നത് ഉസ്ദുഖു ഇദാ ഹദ്ദസ്തും, നിങ്ങൾ സംസാരിക്കുകയാണ് എങ്കിൽ സത്യസന്ധത കാണിക്കണം എന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളെ വിളിച്ചുകൊണ്ട് യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ വിശ്വാസികളെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം. വകൂനു മഅസ്സാദിഖീൻ, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ അണിചേരുകയും ചെയ്യണമെന്ന് വിശ്വാസികളോടായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അഭിസംബോധന ചെയ്തുകൊണ്ട് പഠിപ്പിക്കുകയാണ്. അവിടുത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞു, ഇയ്യാകും വൽ കദിബ, നിങ്ങൾ കളവിനെ സൂക്ഷിക്കണം. ഫഇന്നൽ കദിബ യഹ്ദി ഇലൽ ഫുജൂർ, കാരണം കളവ് ഒരാളെ മോശമായ കാര്യങ്ങളിലേക്കാണ് എത്തിക്കുക. വഇന്നൽ ഫുജൂറ യഹ്ദി ഇലൻ നാർ, എന്നാൽ ആ മോശമായ കാര്യങ്ങൾ അവന് നരകത്തിലേക്കുമാണ് എത്തിക്കുക. ഒരു മനുഷ്യൻ വമാ യസാലുൽ അബ്ദു യക്ദിബു വയതഹറൽ കദിബ ഹത്താ യുക്തബ ഇൻദല്ലാഹി കദ്ദാബ, ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ കൂടുതൽ അവന്റെ പ്രവർത്തനത്തിലും അവന്റെ സംസാരത്തിലും അവന്റെ ഇടപാടുകളിലും കളവ് കലർന്ന രൂപത്തിലാണ് അവൻ മുന്നോട്ട് പോകുന്നത് എങ്കിൽ അവനെ അള്ളാഹുവിന്റെ അടുക്കൽ കദ്ദാബ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുക. നരകമായിരിക്കും അവന്റെ പര്യവസാനമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതിന്റെ നേരെ മറിച്ച് എപ്പോഴും സത്യസന്ധത പുലർത്തുകയാണ് എങ്കിൽ സത്യസന്ധത നമ്മെ നന്മകളിലേക്ക് എത്തിക്കും. നന്മകളാകട്ടെ നമ്മെ സ്വർഗത്തിലേക്കും എത്തിക്കും. ഒരു മനുഷ്യൻ അവന്റെ ജീവിതയാത്രയിൽ അവന്റെ സംസാരങ്ങളിലും അവന്റെ പ്രവർത്തനങ്ങളിലും അവന്റെ ഇടപാടുകളിലുമെല്ലാം സത്യസന്ധത വെച്ച് പുലർത്തുകയാണ് എങ്കിൽ അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കൽ സുദ്ദീഖ് എന്ന രൂപത്തിൽ അവനെ രേഖപ്പെടുത്തും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, കളവ് എന്ന് പറയുമ്പോൾ അത് പല രൂപത്തിലുണ്ട്. അതിലേറ്റവും ഗൗരവപ്പെട്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ, അതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുക എന്നതാണ്. വമൻ അസ്ലമു മിമ്മൻ ഇഫ്തറാ അലല്ലാഹി കദിബൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കളവ് കെട്ടിച്ചമച്ചവനെക്കാളും അക്രമം പ്രവർത്തിച്ച മറ്റാരാണുള്ളത് എന്നാണല്ലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ കെട്ടിച്ചമക്കപ്പെട്ട ഏറ്റവും വലിയ കളവാണ് അല്ലാഹുവിന് പുറമെ മറ്റൊരു ആരാധ്യനുണ്ട് എന്നൊരാൾ വിശ്വസിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ അവനിൽ പങ്കു ചേർക്കുക ഈ ദുനിയാവിലെ ഏറ്റവും വലിയ കളവായി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഏറ്റവും വലിയ സത്യം എന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന കലിമത്തു ഷഹാദ, കലിമത്തു തൗഹീദാണ് ഏറ്റവും വലിയ സത്യം എന്ന് നാം തിരിച്ചറിയണം. അതിന്റെ വക്താക്കളാണ് മുസ്ലിമീങ്ങളായ നാം ഓരോരുത്തരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ സത്യം അംഗീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ട
അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല എന്ന ആ മഹിതമായ ആദർശം ഉൾക്കൊണ്ട നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി എല്ലാ മേഖലകളിലും സത്യസന്ധത പുലർത്തുക എന്നത് നമുക്ക് പ്രയാസമുള്ള കാര്യമല്ല. ഏറ്റവും വലിയ സത്യം അംഗീകരിച്ചവരാണ് നാം. ഏറ്റവും വലിയ കളവിനെ നിരാകരിച്ചവരാണ് നാം ഓരോരുത്തരും. അള്ളാഹുവിന് ഒരു പങ്കുകാരനുണ്ട് എന്നതിനെ നാം നിരാകരിക്കുകയും അതിനോട് ബറാഅത്ത് പ്രഖ്യാപിക്കുകയും ചെയ്തവരാണ് സത്യവിശ്വാസികളായ നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മേൽ, അവന്റെ മേൽ കളവ് പറയുക എന്നതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത്. അതിൽ നിന്ന് നാം മാറി നിൽക്കണം. അതിൽ അകപ്പെട്ട ആളുകളെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. അപ്രകാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ കളവ് പറയുക, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച സുന്നത്ത്, പ്രവാചകന്റെ ജീവിതചര്യകൾ ഹദീസുകളിലൂടെ നമ്മുടെ മുമ്പിലുണ്ട്. ആ സുന്നത്ത് ഒഴിവാക്കിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കാത്ത പല കാര്യങ്ങളും ദീനിലേക്ക് ചേർക്കുകയും അത് ദീനായി പഠിപ്പിക്കുകയും ആ നിലക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഈ മതത്തിൽ പലതും കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നതിലൂടെ അവൻ വലിയൊരു കളവാണ് നടത്തുന്നത്. അള്ളാഹുവിന്റെ ദീനിൽ പുതുതായി പലതും ചേർക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ പ്രവാചകന്റെ മേൽ കളവ് പറയുന്നതിന്റെ ഗൗരവം അവിടുന്ന് നമ്മെ പഠിപ്പിച്ചിട്ടില്ലേ? മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫൽയതബവ്വ മഖഅദഹു മിനൻ നാർ. ആരെങ്കിലും അറിഞ്ഞുകൊണ്ട് എന്റെ മേൽ കളവ് പറഞ്ഞാൽ അവൻ അവന്റെ ഇരിപ്പിടം നരകത്തിൽ റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും സത്യസന്ധത എല്ലാ നിലക്കും നമ്മുടെ വിശ്വാസത്തിലും നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ഇടപാടുകളിലും ഉണ്ടാക്കിയെടുക്കുക എന്നതിൽ അങ്ങേയറ്റം സ്വർഗമാഗ്രഹിക്കുന്ന വിശ്വാസികൾ എന്ന നിലക്ക് നമ്മളൊക്കെ അങ്ങേയറ്റം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. ഒരു മുഅ്മിനായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പല തെറ്റുകളും അവൻ ചെയ്തേക്കാം, എന്നാൽ അവൻ ഒരിക്കലും കള്ളനാവില്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കപ്പെടുകയാണ്, അയകൂനുൽ മുഅ്മിനു കസ്സാബൻ, മുഅ്മിൻ കളവ് പറയുന്ന കസ്സാബായി മാറുമോ പ്രവാചകരെ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതില്ല, ഒരിക്കലും അങ്ങനെ ഉണ്ടാവുകയില്ല. പല തെറ്റുകളും ചെയ്തേക്കാം, പക്ഷെ കളവ് എന്നത് ഒരിക്കലും ഒരു വിശ്വാസിക്ക് അവന്റെ ജീവിതത്തിൽ അവൻ ശരിയായ മുഅ്മിനാണ് എങ്കിൽ അവനിൽ ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ്. കേവലം ആളുകൾക്കിടയിൽ തമാശ രൂപത്തിലും അവരെ ചിരിപ്പിക്കാനുമെല്ലാം കളവുകൾ പറയുന്ന പ്രവണത മനുഷ്യർക്കിടയിൽ നമുക്ക് സാധാരണയായി കാണാൻ സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരക്കാരെ കുറിച്ച് പറഞ്ഞത് വൈലുൽ ലില്ലദീ യുഹദ്ദിസു ഫയക്ദിബു ലിയുദ്ഹിക ബിഹിൽ ഖൗം വൈലുൽ ലഹു വൈലുൽ ലഹു. ജനങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ അവർക്ക് നാശമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആവർത്തിച്ച് താക്കീത് നൽകിയതായി നമ്മൾക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല സംസാരത്തിൽ കൂടുതലായി പ്രവൃത്തിയിലൊക്കെ കളവ് വരിക എന്നത് മുനാഫിക്കിന്റെ അടയാളമായി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യമാണ്. അതുകൊണ്ട് എപ്പോഴും സത്യസന്ധത സ്വർഗം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ അവർ പുലർത്തേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമതായി ഉപദേശിക്കുന്നത് വഔഫു ഇദാ വഅദ്തും, നിങ്ങൾ വാഗ്ദാനം ചെയ്തു കഴിഞ്ഞാൽ, ഒരു വാഗ്ദാനം നിങ്ങൾ നൽകി കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കുക, അത് നിറവേറ്റുക എന്നത് സ്വർഗം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്ന കാര്യമാണ് എന്നാണ്. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. മുഅ്മിനീങ്ങളായ ആളുകൾ സ്വർഗം അനന്തരമെടുക്കുന്ന മുഅ്മിനീകളെ കുറിച്ച് അല്ലാഹു പറയാണ്, അവർ അവരുടെ അമാനത്തുകളിൽ വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങളിൽ അതുപോലെ അവർ ഏർപ്പെട്ട കരാറുകളെയെല്ലാം കൃത്യമായി പൂർത്തീകരിക്കുന്ന, അതിനെ ഗൗനിക്കേണ്ടുന്ന രൂപത്തിൽ പരിഗണിക്കുന്ന ആളുകളായിരിക്കും അവര് എന്നാണ്. സഹോദരങ്ങളെ, നാം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ കരാറ് അള്ളാഹുവുമായി നാം ചെയ്ത കരാറ് തന്നെയാണ്. അതേതാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് യാസീനിലൂടെ നമ്മോട് ചോദിക്കുകയാണ്, അലം അഅഹദ് ഇലൈക്കും യാ ബനി ആദം, അല്ലയോ ആദമിന്റെ മക്കളെ, നിങ്ങളോട് ഞാൻ കരാർ ചെയ്തില്ലയോ, അല്ലാ തഅബുദു ശൈത്താൻ
ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. നിങ്ങൾ പിശാചിനെ ആരാധിക്കരുത്. അല്ലാഹു അല്ലാത്ത ആരെയെല്ലാം നമ്മൾ ആരാധിക്കുന്നു ആ ആരാധനകളൊക്കെ പോകുന്നത് ശൈത്താനിനാണ്, പിശാചിനാണ്. അല്ലാഹു അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുമായി ചെയ്ത കരാറാണ്. ആ കരാറ് ഏറ്റവും ആദ്യം നമ്മൾ പാലിക്കണം. അതിനുശേഷം മനുഷ്യരുമായി നമ്മൾ നടത്തുന്ന കരാറുകൾ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ വിശ്വാസികളെ, ഔഫൂ ബിൽ ഉഖൂദ്, നിങ്ങൾക്കിടയിലുള്ള കരാറുകളെ നിങ്ങൾ പൂർത്തീകരിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളോട് പഠിപ്പിക്കുകയാണ്. ഇതേ കരാറുകൾ ലംഘിക്കുക എന്ന സ്വഭാവവും കപടവിശ്വാസിയുടെ സ്വഭാവമായി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നു. വഇദാ വഅദ അഖ്ലഫ, അവനോട് വല്ല കരാറും ചെയ്തു കഴിഞ്ഞാൽ അവൻ അത് ലംഘിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടത് അവർ കരാറുകൾ പാലിക്കുക എന്നത് തന്നെയാണ്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വഅദ്ദു ഇദ തുമിൻതും, നിങ്ങൾ അമാനത്ത് ഏൽപ്പിക്കപ്പെട്ടാൽ, വല്ല വിശ്വസിച്ച ഒരാൾ എന്തെങ്കിലുമൊക്കെ ഏൽപ്പിച്ചാൽ, ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചാൽ അത് കൃത്യമായി നിർവഹിക്കുക എന്നതും സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പു നൽകാമെന്ന് നമുക്ക് ജാമ്യം നിന്ന ഒരു കാര്യമായി ഈ ഹദീസ് പഠിപ്പിക്കുകയാണ്. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്ന കാര്യം, വഹ്ഫദു ഫുറൂജകും, നിങ്ങളുടെ ലൈംഗിക അവയവങ്ങളെ നിങ്ങൾ സൂക്ഷിക്കണമെന്നാണ്. മയ്യദ്മൻ ലീ മാ ബൈന ലിഹ്യൈഹി വമാ ബൈന റിജ്ലൈഹി അദ്മൻ ലഹുൽ ജന്ന, ആരെങ്കിലും എനിക്ക് അവന്റെ രണ്ട് താടിയെല്ലുകൾക്കിടയിലുള്ള നാവിന്റെ വിഷയത്തിലും അവന്റെ രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ള അവന്റെ ലൈംഗികാവയവത്തിന്റെ വിഷയത്തിലും എനിക്ക് ഉറപ്പു നൽകാമെങ്കിൽ അത് അള്ളാഹു തൃപ്തിപ്പെടുന്ന രൂപത്തിലല്ലാതെ അള്ളാഹുവിന് വെറുപ്പുള്ള രൂപത്തിൽ ഉപയോഗിക്കില്ല എന്ന് ആരെങ്കിലും എനിക്ക് ഉറപ്പു നൽകിയാൽ അവന് ഞാൻ സ്വർഗം ഉറപ്പു നൽകാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ കാര്യവും ശ്രദ്ധിക്കണം. അതോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അഞ്ചാമതായി എണ്ണുന്നത്, നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തണം. ഹറാമുകളിൽ നിന്ന്, നോക്കാൻ പാടില്ലാത്തതിൽ നിന്ന്, കാണാൻ പാടില്ലാത്തതിൽ നിന്ന് കണ്ണുകളെ താഴ്ത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളോട് പറയൂ പ്രവാചകരെ, അവർ അവരുടെ ദൃഷ്ടികളെ താഴ്ത്തിക്കൊള്ളട്ടെ. മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറയൂ നബിയെ. ആണുങ്ങൾക്ക് മാത്രം ബാധകമായ കാര്യമല്ല. ഒരു സ്ത്രീ അന്യ പുരുഷനെ നോക്കുന്നതും പാടില്ലാത്തതാണ്, അനാവശ്യമായിക്കൊണ്ട്. മുഅ്മിനാത്തുകളായ സ്ത്രീകളോടും പറയൂ, അവരുടെ ദൃഷ്ടികളെ അവരും താഴ്ത്തിക്കൊള്ളട്ടെ. സഹോദരങ്ങളെ, ദൃഷ്ടി എന്നുള്ളത് അതിനെ തുറന്നു വിടുക, അത് പല തിന്മകളിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ദൃഷ്ടികളെ നിയന്ത്രിക്കാൻ നമുക്കെല്ലാം സാധിക്കേണ്ടതുണ്ട്. ആറാമതായി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണുന്നത്, നിങ്ങളുടെ കൈകളെ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ നിന്ന് നിങ്ങൾ പിടിച്ചു വെക്കണം എന്നതാണ്. ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, മൻ സലിമൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദിഹി, മറ്റുള്ള മുസ്ലിമീങ്ങൾ ഇവന്റെ കയ്യിൽ നിന്നുള്ള, കയ്യാലുള്ള ഉപദ്രവത്തിൽ നിന്നും ഇവന്റെ നാവിൽ നിന്നുള്ള ഉപദ്രവത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടവരായി മാറുന്നു എങ്കിൽ അവനാണ് യഥാർത്ഥ മുസ്ലിം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരു മുഅ്മിനായ, ഒരു മുസ്ലിമായ ഒരു മനുഷ്യനെ നമ്മുടെ നാവുകൊണ്ടോ നമ്മുടെ കൈകളാലോ ഉപദ്രവിക്കുക എന്നത് ഒരിക്കലും പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ഈ 6 കാര്യങ്ങൾ നിങ്ങൾ എനിക്ക് ഉറപ്പു നൽകുകയാണ് എങ്കിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, അല്ലാഹു ലക്കുമുൽ ജന്ന, സ്വർഗ്ഗം നിങ്ങൾക്ക് ഞാൻ ഉറപ്പു നൽകാം എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് സ്വർഗ്ഗം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങൾ ഈ വക കാര്യങ്ങളെല്ലാം കൃത്യമായി ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله لم يزل عليما قديرا وصلى الله على نبينا محمد وآله وصحبه وسلم تسليما كثيرا. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്.
സ്വർഗത്തിലേക്കുള്ള മാർഗങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ എളുപ്പമാക്കിയതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ നേരത്തെ സൂചിപ്പിച്ച ഹദീസുകളിലൂടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ഹദീസുകളിലൂടെ സ്വർഗത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന അല്ലെങ്കിൽ അത് നേടിത്തരുന്ന കാര്യങ്ങൾ നമുക്ക് കൃത്യമായി അവിടുന്ന് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. സ്ത്രീകളോടായി മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയ പുരുഷന്മാർക്ക് ഇല്ലാത്തൊരു സൗഭാഗ്യം, സ്വർഗത്തിന്റെ ഏത് വാതിലിലൂടെയും അവൾക്ക് പ്രവേശിക്കാൻ മാത്രം അവർക്ക് എളുപ്പമുള്ള ചില കാര്യങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകളോടായി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഇദാ സല്ലത്തിൽ മർഅതു ഖംസഹ, ഒരു പെണ്ണ് അവൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവളുടെ മേൽ നിർബന്ധമാക്കിയ 5 നേരത്തെ നിസ്കാരം കൃത്യമായി അവൾ നിർവഹിക്കുന്നു. വസാമത്ത് ശഹ്റഹ, റമളാൻ മാസത്തിലെ നോമ്പ് അവൾ അനുഷ്ഠിക്കുന്നു, അതിൽ വീഴ്ച വരുത്തുന്നില്ല. വഹസ്സനത് ഫർജഹ, അവളുടെ ലൈംഗികാവയവത്തെ അവൾ സൂക്ഷിക്കുന്നു. അല്ലാഹു ഹറാമാക്കിയ ഒന്നിലേക്കും തിരിയാതെ ചാരിത്ര വിശുദ്ധിയോടുകൂടി ഒരു പെണ്ണ് ജീവിക്കുന്നു. വഅതാഅത് സൗജഹ, അവളുടെ ഭർത്താവിനെ അവൾ അനുസരിക്കുന്നു, അനുസരണയുള്ളവളായി അവൾ ജീവിക്കുന്നു എങ്കിൽ, ഇങ്ങനെ ഒരു പെണ്ണ് ജീവിച്ചു കഴിഞ്ഞാൽ ഖീല ലഹ, അവളോട് പറയപ്പെടുമെന്നാണ് ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കുക. മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെയും നിനക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാം എന്ന് ആ പെണ്ണിനോട് പറയപ്പെടുമെന്നാണ്. സഹോദരങ്ങളെ, നമ്മളൊക്കെ ഒന്നും അല്പം മനസ്സ് വെച്ച് താല്പര്യപ്പെട്ടുകൊണ്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കെല്ലാം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സ്വർഗം നേടിയെടുക്കുന്ന വിശ്വാസ വിശുദ്ധിയുള്ള കർമ്മ വിശുദ്ധിയുള്ള ആളുകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാവിധ ചെറുതും വലുതുമായ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم اغفر للمسلمين والمسلمات والمؤمنين والمؤمنات والأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم يا مصرف القلوب صرف قلوبنا على طاعتك. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. اللهم إنا نسألك الجنة ونعوذ بك من النار. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم عليك بأعداء الإسلام فإنهم لا يعجزونك. اللهم عليك بأعداء الإسلام. اللهم إنا نجعلك في نحورهم ونعوذ بك من شرورهم. أقم الصلاة.